ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനുവരി മാസം 17-ാം തീയതി വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിൻ്റെ 17-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നാം വായിച്ചു ധ്യാനിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം, 42-ാം അധ്യായം, 43-ാം അധ്യായം, അതുപോലെ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതപ്പെട്ട കർത്താവിൻ്റെ സുവിശേഷം 17-ാം അധ്യായം എന്നിവയാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ നാം കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ ദൈവം നമുക്ക് നൽകുന്ന കഴിവുകൾ ശരിയായി ഉപയോഗിക്കണമെന്നുള്ളതാണ്. ജോസഫ് അദ്ദേഹത്തിന് ദൈവം നൽകിയ സ്വപ്ന വ്യാഖ്യാന കഴിവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഉപയോഗിച്ചുവെന്ന് നമ്മൾ പ്രകാരം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന കഴിവുകൾ, പ്രത്യേകിച്ച് പഠിക്കാൻ, പാട്ടുപാടാൻ, എന്തെങ്കിലും പ്രത്യേക ജോലികൾ ചെയ്യാനുള്ള കഴിവുകളൊക്കെ അത് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും മറ്റുള്ളവരെ സഹായിക്കുവാനും നമുക്ക് ഇടയായിത്തീരണം. രണ്ടാമതായിട്ട് നാം കാണുന്നൊരു വചനം, ഒരു ചിന്ത, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനാൽ പ്രതിസന്ധികൾക്കായി മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം. ജോസഫ് 7 സമൃദ്ധി വർഷങ്ങളിൽ ആ ക്ഷാമത്തെ നേരിടുവാൻ തക്കവണ്ണം ഭക്ഷണ സാധനങ്ങൾ സംഭരിച്ചു വെച്ചുവെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായി സാലറി ലഭിക്കുമ്പോൾ, ഏണിങ്സ് ലഭിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പണം സേവിങ്സിനായിട്ട് മാറ്റിവെച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, രോഗമോ ജോലി നഷ്ടമോ തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൽ നമ്മളിപ്രകാരം കാണുന്നു. ജോസഫിൻ്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാനായിട്ട് പോകുന്ന സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അതിലൊരു പ്രധാന ചിന്ത, തെറ്റിന് പരിഹാരം തേടേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. സഹോദരന്മാർ ജോസഫിനെ വിറ്റതോർത്ത് മാനസാന്തരപ്പെടുന്നു, സങ്കടപ്പെടുന്നുണ്ട്. ഒരാളുമായി ഒരു തർക്കമുണ്ടായാൽ നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ച് ക്ഷമാപണം നടത്തിയാൽ ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ അഹങ്കാരത്താൽ വിട്ടുവീഴ്ചയില്ലാതെ ക്ഷമാപണം നടത്താതെ പോയാൽ ആ ബന്ധം തകരുവാനും ഇടയായിത്തീരും. അടുത്തൊരു ചിന്ത, നമ്മുടെ ഭൂതകാല ചിന്തകൾ, ഭൂതകാല തെറ്റുകൾ ഓർക്കുന്നത് നല്ലതാണ്. ജോസഫിൻ്റെ സഹോദരന്മാർ അവരുടെ കുറ്റങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നാം നമ്മുടെ സഹോദരനോട് ചെയ്തതിൻ്റെ ശിക്ഷയാണിത്. നമ്മുടെ സഹോദരങ്ങളെയോ മാതാപിതാക്കളെയോ ഒക്കെ വേദനിപ്പിക്കുന്നത് ഓർക്കുമ്പോൾ ആ തെറ്റ് തിരുത്തി, ചെയ്തത് തെറ്റാണെന്ന ഉത്തമ ബോധ്യത്തിൽ ആ തെറ്റ് തിരുത്തി അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട പരിചരണം നൽകുവാനും നമുക്ക് ഇടയായിത്തീരും. ഈ ഒരു തോന്നൽ നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ കണ്ടെത്തി പരിഹരിക്കുവാൻ, ആരോടെങ്കിലുമൊക്കെ ഒരു വിദ്വേഷമോ വൈരാഗ്യമോ ഒക്കെ മൂലം ആരോടൊക്കെയെങ്കിലും പിണങ്ങി മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒക്കെ നമുക്ക് ഇടയായിത്തീരണം. ഉൽപ്പത്തിയുടെ പുസ്തകം 43-ാം അധ്യായത്തിൽ ഒരു ചിന്ത, ആദിത്യ മര്യാദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നൊരു ചിന്ത അവിടെ കാണാനായിട്ട് സാധിക്കും. ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് ഒരു വലിയ വിരുന്നൊരുക്കുന്നുണ്ട്. നമ്മുടെ അടുക്കിലേക്ക് വരുന്നവരെ നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്താൽ അവരുമായുള്ളൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട്, ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാനായിട്ട് ഇടയായിത്തീരും എന്നൊരു ചിന്ത നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മറുരൂപ മലയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാർക്ക് മുമ്പിൽ രൂപാന്തരപ്പെട്ടത്. ആ സമയത്ത് പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവിക്കൊള്ളുവീനെന്ന ആ ഒരു വാക്ക് നമുക്ക് നൽകുന്ന സന്ദേശം, യേശുവിൻ്റെ വാക്കിന് ചെവി കൊടുക്കണമെന്നുള്ള പിതാവിൻ്റെ വാക്കുകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക.
യേശുവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാനായിട്ട്, യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ബൈബിൾ വായിച്ച് പ്രാർത്ഥനയോടുകൂടെ ശരിയായ വഴി കണ്ടെത്തുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. പ്രാർത്ഥനയും ഉപവാസവും നമുക്ക് ആത്മീയ ശക്തി നൽകും. പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി മാറിപ്പോവില്ല എന്ന വചനത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥനയും ഉപവാസവും നമുക്ക് ശക്തി നൽകും. ഈ ആത്മീയ പോരാട്ടത്തിൽ ദൈവിക ശക്തി നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയാണ് എന്ന ബോധ്യം ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിനയം നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കണമെന്നൊരു ചിന്ത നമുക്ക് ഈ വേദഭാഗം നൽകുന്നുണ്ട്. യേശു തന്നെ താഴ്ത്തി മനുഷ്യനായി തീർന്നതുപോലെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തി വിനയം പരിശീലിക്കുവാൻ നമുക്കിടയായിത്തീരണം. അഹങ്കരിക്കാതെ മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ നമുക്കിടയാകട്ടെ. എളിമ എന്ന പുണ്യം പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ധ്യാനിച്ച ഈ വചനങ്ങൾക്കായിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റാം. ദൈവമേ, ഇനിയും വചനം ധ്യാനിക്കാനുള്ളൊരു കൃപയും അഭിഷേകവും നൽകണമേ. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.